ഹലോ. അപ്പോൾ ഇന്ന് ഒത്തിരി ദൂരെയൊന്നും നമ്മൾ പോണില്ല. ചങ്കിൻ്റെ എന്താ പറയുക, പഴയ തറവാടും കുഞ്ഞു കുഞ്ഞു വീടുകളും കുറച്ച് നാട്ടുമ്പുറമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഏകദേശം വൈകുന്നേരമായി. ബസ്സൊന്നുമില്ല. നാട്ടുമ്പുറം ആയതുകൊണ്ട് തന്നെ വലിയ ജീപ്പുകളാണ് വരുന്നത്. അതിലാണ് കയറി പോവുക കേട്ടോ ഞങ്ങൾ. അപ്പോൾ ജീപ്പിൽ പോയി പിന്നെ അവിടെ എത്തി ഒന്നുകൂടെ ബസ്സിൽ കയറി പോയാലേ മെയിൻ സിറ്റിയിലോട്ടെങ്കിലും നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പഴയ തറവാടൊക്കെ ഉള്ളത്. ഞങ്ങൾ ബസ് കാത്തിരിക്കുക അവിടെ. ഇനി ബസ് വരണം, ബസ്സിൽ കയറി പോകണം. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് മേക്കപ്പ് പോയില്ല എന്നുള്ള സന്തോഷമാണ് പുള്ളിക്കാരിക്ക്. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി. ബസ്സിലൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പയ്യെ നടന്നങ്ങോട്ട് പോവുക. ഇവിടെ ഞാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് എന്താണ് ഒത്തിരി അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കടകൾ. ഇത്ര വലിയ ടൗൺ ആയാലും കുഞ്ഞ് പഴയ കടകൾ, ഇത്രയേ വർഷം മുമ്പേ ഉള്ള കടകളാണ് കേട്ടോ. കുഞ്ഞു കടകൾ, എല്ലാ കടയിലും സെയിം ഐറ്റംസ് തന്നെയാണ്, സെയിം ആംബിയൻസ് തന്നെയാണ്. പക്ഷേ കാണാൻ നല്ല രസമാണ്. കുഞ്ഞ് കറക്റ്റ് നാട്ടുമ്പുറമെന്ന് തന്നെ പറയാം. എന്തൊക്കെയോ പേര് കൂടി അറിയാത്ത എന്തൊക്കെയോ ഐറ്റംസ് നിങ്ങൾ കഴിച്ചത്. എന്താ ബ്രെഡ് പോക്കറ്റോ കോഴിക്കാലോ അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു. കൊല്ലത്ത് ഇതിനെ ഗുണ്ട് എന്ന് പറയും. നിങ്ങളെന്താ പറയാ? കോഴിക്കോട് കായുണ്ട, ഉണ്ടമ്പുരി. അപ്പോ ഇതേതാ നാട്? കണ്ണൂര്. അപ്പൊ കോഴിക്കോട് ഏതാ? അത് കോഴിക്കോടാണ്. സിഗ്മ, ഇതാ ആരുടെ വീടാ? എത്ര വർഷം പഴക്കമുണ്ട്? നമ്മുടെ കല്യാണത്തിനൊക്കെ മുന്നേയുള്ള. അയ്യോ, അതായത് ഉറക്കെ പറയില്ലേ. അപ്പൊ ഏകദേശം എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും? 70. വാവ്. എത്ര നാളായി ഇങ്ങനെ പുല്ലൊക്കെ വീണ് കിടക്കുന്ന വഴി കൂടെ പോയിട്ട്. ഇതേ പിള്ളേർ കളിക്കണം. ശരാ, ഇതൊക്കെ നാട്ടിൽ കണ്ടിട്ട് എത്ര നാളായി പിള്ളേർ കളിക്കണൊക്കെ കണ്ടിട്ട്. ഇവിടെ മൊത്തം പാടായിരുന്നു. ഇപ്പോ ചിരിച്ചേ ചിരിച്ചേ. ഐ സുന്ദരിയ. ഇന്നെ ഇഷ്ടപ്പെട്ട്. വീടിൻ്റെ പുറത്ത് ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലൊക്കെ ഇപ്പോഴും പഴയ വീട് തന്നെ. ഏകദേശം 70-80 വർഷം പഴക്കമുണ്ടെന്നാണ് പറയണേ. പഴയ അടുപ്പുകൾ, പഴയ എന്താ പറയുക, നിലവറ പോലത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അകത്ത്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുഞ്ഞ് റൂമുകൾ, മുറി, കുഞ്ഞ് എന്താ പറയുക, സ്റ്റെപ്പ് പോലത്തെ സംഭവങ്ങൾ. പിന്നെ ദേ ഈ മുത്തശ്ശി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചായയും പാപ്പവും കഴിക്കാൻ പോവാണ് ഗൈസ്. ഇത് ഉണ്ടമ്പൊരി, ഗുണ്ട്, ബോണ്ട, ഇത് അട, അട, ഇത് കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് എന്താ, കിളിക്കൂട്. കിളിക്കൂട് എന്താ, ഇത് ഞാൻ മേടിച്ചതാ. പാവബജിയോ, പാവബജി പോലത്തെ എന്തോ ആണ്, എന്തോ ഒരു സാധനം. കഴിക്കുമ്പോ അറിയാം. ചായ റെഡിയായി ഗൈസ്. ചായക്കാരി ചായക്കാരി നമ്മുടെ ഉണ്ടമ്പൊരി, കായുണ്ട, ഉണ്ടമ്പൊരി, കായുണ്ട, ഉണ്ടമ്പൊരി, കായുണ്ട, ഉണ്ടമ്പൊരി, കായുണ്ട, ഉണ്ടമ്പൊരി, കായുണ്ട. കുറേ ഐറ്റമൊക്കെ അവിടെ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലും കഴിക്കാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിക്കൊക്കെ ആയിട്ട് മേടിച്ചിട്ട് വന്നു. അതൊക്കെ ഇവിടെ നിന്ന് കഴിച്ചു നോക്കി. എന്താണെന്നറിയില്ല, എൻ്റെ ചങ്ക് എത്രയും തണുത്ത ചായ പിന്നെ ആറ്റി ആറ്റി കുടിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. അങ്ങനെയാണ്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളോ. ചെറുതായിട്ട് മഴയൊക്കെ ഉള്ളൊരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എത്രയും വേഗം അവിടെ നിന്ന് ഇരുട്ടത്തിന് മുമ്പ് ഇറങ്ങാമെന്നുള്ളൊരിതിലായി. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ചിക്കൻ മേടിക്കണമായിരുന്നു. നല്ല ഫ്രഷ് ചിക്കനൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് ഫാൻസി സംഭവങ്ങളൊക്കെ മേടിച്ചു. ഓട്ടോ കയറി ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ബൈ ടാ.